ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ട്രഡീഷണൽ സ്നാക്കായ നെയ്യപ്പമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഈ തേങ്ങ നമുക്ക് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 കപ്പ് മൈദ. ഈ മൈദ നമുക്ക് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ശർക്കര. ഞാനിവിടെ 7 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരച്ചെടുക്കാം. അല്പം തരിയോട് കൂടെ വേണം. ഇട്ടുപൊടിനേക്കാളും ഒന്നും കൂടെ അരയും വേണം. പക്ഷേ നല്ല നൈസായിട്ട് അരയാനും പാടില്ല. ആ ഒരു ടൈപ്പിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അത് ഇപ്പം തരിയോട് കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഞാനിതിൽ ശർക്കരപ്പാനി ചേർത്തപ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയെടുത്തത്. അപ്പോൾ ആ ഒരു വെള്ളം പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ഉപ്പ് മതിയാകും. ഈ ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് മതി. ഇപ്പോൾ കറക്റ്റ് പരുവാണ്. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 6 മണിക്കൂറിന് ശേഷം നെയ്യപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ കലക്കി വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരുന്നു. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തു. അപ്പോൾ ഈ ഒരു ജ്യൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൗഡറും കൂടെ ചേർക്കാം. എന്നിട്ടത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഏലക്കയുടെ ഫ്ലേവറൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ല. ഈ എള്ളിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയും ഇഷ്ടമാണ്. അപ്പോൾ അതാണ് രണ്ടും കൂടെ ഞാൻ ചേർത്തത്. ഇനി ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അതിന് നമ്മുടെ നെയ്യപ്പം പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളു വേവുമില്ല. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പൊങ്ങി വന്ന് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ നെയ്യപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചുട്ട് പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, കേട് വരില്ല. കാരണം നമ്മൾ ഇതിൽ പഴമൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അത് കേട് വരുമൊന്നുമില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ്. അരികെല്ലാം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.